നമസ്കാരം. നാൽക്കാലികളെ വളർത്തുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പശു, പട്ടി, ആട് ഇതെല്ലാം നാൽക്കാലികൾ വീട്ടിനകത്ത് വളർത്തുന്നത്, ഒപ്പം കിടത്തി ഉറക്കുന്നവർ ഒക്കെ. ഇപ്പോൾ വിദേശ രാജ്യത്തൊക്കെ ഭർത്താവിനെ പോലെ നായ്ക്കളെ സ്നേഹിക്കുന്ന സ്ത്രീകളെയൊക്കെ ഞാൻ കണ്ടു. കൂടെ കിടത്തി ഉറക്കുന്നവരെ കണ്ടു. നായ് കൈത്തണ്ടയിൽ കിടന്ന് നെഞ്ചോട് ചേർന്ന് ഉറങ്ങുന്ന പടങ്ങളൊക്കെ ഉണ്ട്. നാൽക്കാലികളെ നമ്മൾ വളർത്തുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഈ നാൽക്കാലികൾക്കൊരു പൂർവ്വജന്മ ബന്ധമുണ്ട്. നാൽക്കാലികൾ അങ്ങനെയാണ്. ഞാനിപ്പോൾ കണ്ടില്ലേ, വിദേശത്ത് രാവിലെ വെമ്പായത്ത് നടക്കുമ്പോൾ ഒരു റൗണ്ട് ഞാൻ ഇങ്ങനെ വൈലയില വഴി നടന്ന് ഇങ്ങനെ വരുമ്പോൾ നായ്ക്കൾ എന്നെ ദൂരെ നിന്ന് കാണുമ്പോഴേ കരയും. അവരെ കരച്ചിൽ കേൾക്കാം. ഞാൻ ഓരോ ബിസ്ക്കറ്റും അവരുടെ നാവിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ്. അവിടെ ഉള്ളവർക്കറിയാം. കാരണം അവർ സ്നേഹമുള്ളവരാണ്. നാൽക്കാലികൾ. അത് പശുക്കളായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. പേ പിടിച്ച നായ്ക്കൾ പോലും കടിച്ചു കഴിഞ്ഞ് ദുഃഖിക്കുന്നതാണ് പറയണേ, യജമാനെ കടിച്ചു കഴിഞ്ഞാൽ. കാരണം അവർക്ക് ആ സമയത്ത് ബോധമില്ല. അത്തരത്തിലാണ് ഞാനിത് പറയാനുള്ളതിൻ്റെ കാരണം. ഗൗരി എന്ന് പറയുന്നൊരു സ്ത്രീ, അവർ വിവാഹം കഴിച്ചിട്ടില്ല. കുടുംബസ്വത്തായിട്ട് കിട്ടിയ വലിയൊരു തറവാടിന് അവകാശം ഉണ്ടായപ്പോഴും കല്യാണം കഴിക്കാത്തത് കൊണ്ട് തന്നെ അത് മുഴുവൻ ബന്ധുക്കൾക്കൊക്കെ സഹോദരങ്ങൾക്കൊക്കെ വിട്ടുകൊടുത്തിട്ട് ആ താഴ്വരയുടെ താഴത്ത് പോയിട്ട് അവർ ചെറിയൊരു കുടിൽ കെട്ടി താമസിച്ചു. അവരൊരു പശുവിനെ, ഒരു കാളക്കുട്ടിയെ മേടിച്ചു. കാളക്കുട്ടിയാണ് അവരുടെ എല്ലാം. ഇത് ഞാൻ പറയാനുള്ളതിന് കാരണം, ഗൗരി മരിച്ചു, പശുക്കുട്ടിയും പോയി. പിന്നെ അതിനുശേഷം സംഭവിക്കുന്നതാണ് കഥ. ഈ അനുഭവം എൻ്റെ അടുത്ത് വരുന്നത്, ഇത് ആ താഴ്വരയിൽ ഗൗരിയും ഗൗരിയുടെ പശുക്കുട്ടിയും കാളക്കുട്ടിയും അവിടെ നിൽക്കട്ടെ. വെളുപ്പും കറുപ്പുമായിട്ടൊരു കാളക്കുട്ടി അതവിടെ നിൽക്കട്ടെ. ഞാൻ ഈ തറവാട്ടിലേക്ക് വരികയാണ്. തറവാടിലെ ആൾക്കാർക്ക് ഈ അമ്മുമ്മ കൊടുത്തത്, ഇല്ലെങ്കിൽ ഈ അപ്പച്ചി കൊടുത്തതെന്നും വിഷയത്തിലേ ഇല്ല. അവർ ആയുർവേദ റിസോർട്ടിന് വേണ്ടിയിട്ട്, ആയുർവേദത്തിന് വേണ്ടിയിട്ടൊരു കമ്പനി തുടങ്ങാൻ തീരുമാനിച്ചു. ആ വീട്ടിലെ പയ്യൻ, അവന് വിദ്യാഭ്യാസമൊന്നുമില്ല. പക്ഷെ ഒരു ഡോക്ടർ വന്ന് പറഞ്ഞു, ഇതൊരു പഴയ തറവാടാണ്, ഇവിടെ നമുക്ക് ഈ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങാം. നീ പൈസ, അപ്പോൾ പറഞ്ഞു എൻ്റെ പണമില്ല, നീ പണമൊന്നും മുടക്കണ്ട, പകരം എന്നെ പാർട്ട്ണറായിട്ട് സൈലൻറ്റ് പാർട്ട്ണറായിക്കോളൂ, പൈസയൊക്കെ ഈ ഡോക്ടറും ഭാര്യയും മുടക്കും. അങ്ങനെ അവർ ആ പഴയ വീടെല്ലാം ശരിയാക്കി. ആയുർവേദമാണ്, കാരണം സുഖ ചികിത്സയ്ക്കുള്ള പണമുണ്ടാക്കാനുള്ള മാർഗമാണ്. അങ്ങനെ അവർ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇടിച്ച് റെഡിയാക്കി. അപ്പോൾ ഈ പയ്യനെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളൊന്നുമില്ല. അവിടെ ഉണ്ടായിരുന്ന പഴയ സാധനങ്ങളെല്ലാം കൂടെ എടുത്ത് ഈ മുകളിലൊരു തട്ടുണ്ട്, അതിനകത്തിട്ടു. നിലവറയുണ്ടായിരുന്നു, നിലവറയ്ക്കകത്തൊക്കെ കയറി അവിടെയൊക്കെ വൃത്തിയാക്കി. ഈ ഡോക്ടർ പറഞ്ഞു, അതിനകത്ത് നമുക്ക് ഈ ഇവരുടെ ആയുർവേദ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞു അതിനകത്തൊക്കെ വെച്ചു. ഇവർ ഇത് തുടങ്ങിക്കഴിഞ്ഞിട്ട് ആരും വരുന്നില്ല. വരുന്നവർ തന്നെ രാത്രിയാകുമ്പോൾ ഒരു തേങ്ങിക്കരച്ചിലും ഒരു പശുവിൻ്റെ അമറലും കേൾക്കുന്നു എന്നുള്ളതാണ്. ഇവരാരും അത് കേട്ടിട്ടില്ല. എന്നെ ബന്ധപ്പെടുമ്പോൾ ഞാൻ പറഞ്ഞു, ഇത് എത്ര വർഷം പഴക്കമുണ്ടായിരുന്നു? ഇത്ര വർഷം പഴക്കമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഈ അവിടെ കുടുംബത്തിലുണ്ടായിരുന്ന ഈ പയ്യൻ കല്യാണം കഴിച്ചതാണോ? അല്ല, അയ്യപ്പൻ എന്നാണ് അവൻ്റെ പേര്. ഞാൻ വിട്ട പേരാണ്, അയാളുടെ പേരത് അല്ല. അദ്ദേഹത്തിൻ്റെ ബ്രദർ കല്യാണം കഴിച്ചില്ല. 3-4 പേര് കല്യാണമേ കഴിച്ചിട്ടില്ല. അതിൽ ഒരാൾ ഇതിനകത്ത് തന്നെ തൂങ്ങി മരിച്ചതാണ്. ഒരു സ്ത്രീ, ഏതോ ആ കുടുംബത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീ, എന്ന് പറഞ്ഞാൽ ഗൗരിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്ത്രീ കല്യാണം കഴിക്കാതെ തന്നെ നെടുവീർപ്പുകളോടെ അവിടെ ജീവിതം അവസാനിപ്പിച്ചതാണ്. അവർ ഭക്തിയായിട്ടൊക്കെ കുറേ കാലം ജീവിച്ചു. കല്യാണം കഴിക്കാതെ തന്നെ ഈ വെള്ള വസ്ത്രം ധരിച്ച് അവിടെ ജീവിച്ചു. ഈ പശുക്കുട്ടിയുടെയും ഒരു സ്ത്രീയുടെ കരച്ചിലുമാണ് രാത്രി കേൾക്കുക. അത് അമാവാസി ദിവസങ്ങളിലാണ്. അങ്ങനെയാണ് നമ്മുടെ DNA ചാനലിൻ്റെ പ്രോഗ്രാം കണ്ടിട്ട് ഇത്തരം വിഷയങ്ങൾ ഞാൻ പറയുകയും കൈകാര്യം ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ടായിരിക്കും ആ ഡോക്ടർ എന്നെ വന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതെനിക്ക് ഫോണിൽ കൂടെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങളൊന്ന് വരൂ, ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അവർ കാന്തല്ലൂർ ആശ്രമത്തിൽ വന്നു. ഭാര്യയുണ്ട്, ഈ പയ്യനെയും വന്നു. ഈ പയ്യൻ്റെ കുഴപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇതിന് അവകാശം വല്ലതും ഉണ്ടോ? അപ്പോൾ കുറച്ചു നേരം ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇന്ന പേരുള്ള ആരൊക്കെയാണ്? പുള്ളി നിശബ്ദനായിട്ടിരുന്നു. എന്താണ്? ഇദ്ദേഹം ആ കുടുംബത്തിലുണ്ടായിരുന്ന ഒരു ജാരസന്ധതിയാണ്. ആ കുടുംബമായിട്ട് ബന്ധമില്ല. ആ കുടുംബത്തിൽ ആർക്കോ ഉണ്ടായി എന്ന് വിചാരിക്കുന്ന ജാരസന്ധതിയാണ് ഈ പയ്യൻ. ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിന് അവകാശമില്ല, ഇത് ഇദ്ദേഹത്തിന് അവകാശമുള്ളതല്ല.
ഇതിനൊരു അവകാശി വരും. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു നമുക്കാർക്കും അറിയാത്തൊരു സത്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, അയ്യോ സ്വാമി, ഞങ്ങൾ ഇത്ര ലക്ഷം രൂപയൊക്കെ മുടക്കി ഇവരുടെ വീട് പണയം വെച്ചിട്ടാണ്, എന്നുവെച്ചാൽ ഡോക്ടറുടെ ഭാര്യയുടെ വീട് പണയം വെച്ചിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തത്. രാത്രിയാകുമ്പോൾ പശുക്കുട്ടി കരയുകയും ഒരു സ്ത്രീയുടെ തേങ്ങലുകൾ കേൾക്കുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, ഇത് നിസ്സാര കാര്യമല്ല, ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഇതിൻ്റെ ഒരു യഥാർത്ഥ അവകാശികളുണ്ട് കെട്ടിടത്തിന്. ഈ തമ്പുരാക്കന്മാരുണ്ടായിരുന്നു എന്ന് പറയുന്ന കെട്ടിടത്തിന് അവകാശികൾ, നിങ്ങൾ അവരെ കണ്ടുപിടിക്കൂ. ഇവരല്ല, ഈ പയ്യനല്ല. അവൻ തളർന്നതുപോലെ എൻ്റെ കാന്തളൂർ രാമസഭത്തിൻ്റെ ആ പടിക്കെട്ടിലിരുന്നു, ഈ എൻ്റെ മുമ്പിലിരുന്നു ചുമത സെറ്റിൽ. ഞാൻ പറഞ്ഞു, ഇയാൾക്ക് എന്തോ ആഗ്രഹമാണ് ഇത് കൊടുക്കാൻ? ഇയാൾ പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ വിദ്യ പഠിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? ഒരു ജോലിയും ചെയ്യില്ല. മടിയനായ ഒരു മനുഷ്യൻ. എന്താണ്? ഈ കുടുംബത്തിലുണ്ടായ ജാരസിദ്ധതയാണ്. ഞാൻ ഈ ഗൗരി എന്ന് പറയുന്നത് ആരാണ്? അത് ഇന്നയാളാണ്. ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, ഗൗരി എന്ന് പറയുന്ന ആരാണ്? ഇന്നയാളാണ്. അവരുടെ ഒരു പശുക്കുട്ടി അവരവിടുന്ന് പുറത്താക്കിയതാണോ? ആ വീടിൻ്റെ ഏറ്റവും ചരിഞ്ഞ പറങ്കമൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് പോയിട്ടാണോ ഇവർ താമസിച്ചിരുന്നത്? നമ്മളിപ്പോൾ എഴുതുന്നത് കൊണ്ടായിരിക്കും, നമുക്ക് ചില ദൃശ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഈ പയ്യനൊന്നും സംസാരിക്കാനില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു കാരണവശാലും അവിടെ ഒരു സുഖചികിത്സാ കേന്ദ്രമാക്കരുത്. അവിടെ രോഗികളായിട്ട് ആരെങ്കിലും, മൃത്യു അവസ്ഥയിലുള്ള ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ മൃത്യു സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അത് പ്രേതാത്മാവും. ഈ പയ്യൻ, അവൻ്റെ പേര് ഞാൻ പറഞ്ഞു, ഇയാൾ പറയുന്നതൊന്നും ശരിയല്ല. യഥാർത്ഥത്തിൽ ഇതിൻ്റെ അവകാശം ഇയാൾക്കില്ല. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരും മരിക്കുകയോ മരണപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് ഈ കരച്ചിലിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് നമ്മൾ ആലോചിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് യഥാർത്ഥം ഒരു ചിത്രം നമുക്ക് പുറത്തു വരുന്നത്. ഞാൻ ആ ഡോക്ടറും ഭാര്യയും അങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞു. അവിടെ സാന്റാകാസിൽ പോയി താമസിക്കാൻ പറഞ്ഞു. താമസിച്ചിട്ട് ഈ പയ്യനെ വൈകുന്നേരം വരാൻ പറഞ്ഞു. ഞാൻ പൂജയ്ക്ക് മുമ്പായിട്ട് ഇയാളുടെ അടുത്ത് ചോദിച്ചു, യഥാർത്ഥത്തിൽ അവിടെ 2 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അവ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. അതിനെക്കുറിച്ച് വല്ലതും അറിയാമോ? ഇല്ല സ്വാമി, അറിയില്ല. ഈ ഗൗരി എന്ന് പറഞ്ഞ സ്ത്രീ മരണപ്പെടുകയാണ്. അതവരുടെ കാളക്കുട്ടിയും ആരോ കൊന്നതാണ്. ആരാണത് ചെയ്തതെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അവൻ കുറേ നേരം എൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അല്ല, അവർ മരിച്ചു കിടക്കുകയായിരുന്നു. ഞാൻ ഈ പേരൊക്കെ വ്യാജമാണ് കേട്ടോ. ഞാൻ ചോദിച്ചു, അപ്പോൾ എങ്ങനെയാണ് ഈ കാളക്കുട്ടിയെ കൊന്നതാരാ? അപ്പോഴും അതിന് മറുപടിയില്ല. ഈ ഗൗരി എങ്ങനെയാണ് മരിച്ചത്? ഇവർ കൊല്ലപ്പെട്ടതാണോ? കേസ് വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അല്ല, അത് പോലീസൊക്കെ ഒന്ന് നോക്കിയിട്ട് പോയി. ഒരു ദുരൂഹമായ സാഹചര്യമാണ്. ഞാനീ പറഞ്ഞു വന്നത്, നമ്മൾ പണത്തിന് വേണ്ടിയോ അന്യൻ്റെ സ്വത്ത് സ്വന്തമാക്കാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ പ്രപഞ്ചത്തിനൊരു ശക്തി ഇങ്ങനെ നോക്കിയിരിപ്പുണ്ട്. ആരും അറിയില്ല എന്ന് വിചാരിക്കണം. നോക്കൂ, എല്ലാ കൊലപാതകങ്ങളും തെളിയിക്കപ്പെടും. എന്തെങ്കിലും ബാക്കിയിട്ടിട്ട് പോകും. ഈ പയ്യനത് ചെയ്തു എന്നല്ല ഞാൻ കരുതുന്നത്. ഞാൻ ടീച്ചറിനോട് ചോദിച്ചു, അവന് വല്ല പങ്കുണ്ടോ എന്ന്. ഞാൻ ടീച്ചറിനോട് പറഞ്ഞു, അറിഞ്ഞുകൂടാ നമുക്കത്. പക്ഷേ ആ ഗൗരി എന്ന് പറഞ്ഞ സ്ത്രീയും പശുക്കുട്ടിയുടെയും പ്രേതാത്മാവും, ആ പശുക്കുട്ടി രാത്രി കാലങ്ങളിൽ, നിങ്ങൾ കണ്ടിട്ടില്ലേ ആ പശുക്കുട്ടി രാത്രി മുറ്റത്തൂടെ ഓടുന്നത്? എനിക്ക് തോന്നിയിട്ടുണ്ട്. ഗൗരി, ചുവന്ന ബ്ലൗസ് ഇട്ട ഗൗരി നിങ്ങൾ കണ്ടിട്ടില്ലേ? വെള്ള സാരിയും വിധവയായിട്ട് ജീവിച്ച ഗൗരിയും, അവർ വിളക്ക് വയ്ക്കുന്ന സ്ഥലം, അതൊക്കെ ആരാ ഇടിച്ചു നിർത്തിയത്? ഇതൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് പറയുന്നതാണ്. പക്ഷെ അതെല്ലാം തന്നെ സത്യമായിരുന്നു. എൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാത്ത ആളാണ്. പക്ഷേ ഞാൻ മറ്റുള്ളവൻ്റെയൊക്കെ ഇങ്ങനെ പറയും. എൻ്റെ ഒരു പ്രശ്നങ്ങൾക്കും എനിക്കറിഞ്ഞൂടാ. എൻ്റെ ദാമ്പത്യം എടുത്താലും ഈ ദാമ്പത്യമില്ല. എൻ്റെ ടീച്ചറിനോട് ഞാൻ വളരെ തൃപ്തിയായിട്ടാണ് ജീവിക്കുന്നത്. എൻ്റെ പൂർവികമായിട്ടുള്ള എൻ്റെ ദാമ്പത്യങ്ങളുടെയൊക്കെ ചില വിഷയങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ വരും. അതിൽ ഒരുത്തരം ഞാൻ ഈ അടുത്ത ദിവസം കണ്ടു. ചില മനുഷ്യരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നന്മ എന്ന് പറയുന്നതിൻ്റെ 7 അംശം നന്ദികേട് കാണിക്കുന്ന ഒരു അജയൻ എന്ന് പറയുന്ന ഒരാളാണ്. അയാൾ ഒരു ജോലി അന്വേഷിച്ച് വരികയാണ് എൻ്റെ അടുത്ത്. താടി മുടിയൊക്കെ വളർത്തി ഒരു കാവ്യമൊക്കെ ഇട്ട് വന്നവനാണ്. യാതൊരു പണിയില്ല. നമ്മളൊരു ജോലി കൊടുത്തു. ആ ജോലിയാണ് കൊടുത്തവൻ്റെ ചില രാത്രികളിൽ ഞാൻ അവൻ്റെ മുഖം ഇങ്ങനെ ഓർക്കും. നീചനായ മനുഷ്യൻ. അവന് മറ്റുള്ളവരെ ചവിട്ടിത്താഴ്ത്താനും നന്ദികേട് കാണിക്കാനും ഒക്കെ, അവന് സ്വന്തം ഗുരുവിനെ പോലും, അയാളെ പഠിപ്പിച്ചു കൊടുത്ത ഒരു ഗുരുവിനെ പോലും ഇല്ലാതാക്കി കളഞ്ഞ ഒരു മനുഷ്യൻ. ഇത്തരം ആൾക്കാരെ നമ്മൾ ചിന്തിക്കണം. അവന് അന്നം കൊടുത്തവനാണ്, വസ്ത്രം കൊടുത്തവനാണ്, ജീവിക്കാൻ പണം കൊടുത്തവനാണ്, ആരും പടികേറ്റാത്തപ്പോൾ കയറ്റി കിടത്തിയവനാണ്. നമ്മൾ
ഈ ഭയങ്കര ക്രൂരം. നമ്മളെപ്പോഴും രക്ഷപ്പെടുത്താൻ ദൈവം ശിക്ഷിച്ചവരെ നമ്മൾ ചേർത്ത് പിടിച്ചാൽ നമ്മൾ ശിക്ഷിക്കപ്പെടും. ശിക്ഷിക്കണം സ്വാമി എന്ന് പറഞ്ഞു ഒരുത്തൻ വന്നാൽ അവനെ രക്ഷിക്കാൻ പോയാൽ സർവനാശമാണ്. അവന് ദൈവം വിധിച്ചിട്ടുള്ളത് എന്താണ്? നീ ചെയ്ത പൂർവ്വജന്മത്തിലെ കർമ്മങ്ങളും ആ ജന്മത്തിൻ്റെ ബാക്കി കർമ്മം ഈ ജന്മത്തിലും ചെയ്ത് നിന്നെ അങ്ങനെ വിധിച്ചിട്ടുള്ള ഒരുത്തനാണ്. അങ്ങനെ വിധിച്ചിട്ടുള്ളവരെ നമ്മൾ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചാൽ സർവനാശം സംഭവിക്കുന്നതാണ്. സർവനാശം. ഞാനൊരു പേര് എനിക്ക് ഉപയോഗിക്കാൻ താല്പര്യമില്ല. എൻ്റെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത ഞാൻ ഒരു കഷ്ടപ്പെട്ട് രക്തം വിയർപ്പുണ്ടാക്കിയൊരു സ്ഥാപനത്തിൽ ഒരു ജോലി കൊടുത്തു പോയി അവന്. അങ്ങനെ ഒരു പാപം നമ്മൾ ചെയ്തിട്ടുള്ളൂ. നുണയും പരദൂഷണവും നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള കളികളും ഒക്കെ എന്തൊരു നമ്മൾ ശകുനി പോലും അങ്ങനെ. ഞാൻ ശകുനിയെക്കുറിച്ച് നോവൽ ചെയ്ത് എന്തിനാണെന്നറിയോ? ശകുനിയിൽ നന്മയുള്ള ഒരുത്തനായത് ശകുനി. സ്വന്തം രാജ്യം നശിച്ചപ്പോൾ, സ്വന്തം രാജ്യം നശിപ്പിച്ചപ്പോൾ, സ്വന്തം സഹോദരിയെ നശിപ്പിച്ചപ്പോൾ, സ്വന്തം സഹോദരിയെ ഭീഷ്മരും ധൃതരാഷ്ട്രവും തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിപ്പിച്ചപ്പോൾ, സ്വയം കല്യാണം കഴിച്ച് ഭാര്യയാക്കി കുട്ടികളെ പ്രസവിപ്പിച്ച് ആ കുലം ഗാന്ധാരം, ഇന്നത്തെ കണ്ടഹാർ, അത് നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുലത്തിലേക്ക് കയറി അവൻ്റെ ബുദ്ധിയിലൂടെ തൻ്റെ അച്ഛനെയും എല്ലാം കൂടെ പൂട്ടിയിട്ടൊരു മുറിക്കകത്ത് ഒരാൾക്ക് മാത്രമേ ഭക്ഷണം കൊടുക്കുകയുള്ളൂ. അത് ശകുനി ആയിക്കോട്ടെ എന്ന് കരുതി. അത് നിങ്ങൾ വായിക്കണം. എൻ്റെ 12ാം പകട ഞാൻ ശകുനി ഒരു പുസ്തകമുണ്ട്. പുരാണങ്ങളിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള നീചമായ ഒരു ജന്മത്തെക്കുറിച്ചാണ് ശകുനിയെക്കുറിച്ച് പറയുന്നത്. പക്ഷേ അതൊന്നും ആ ശകുനിയൊന്നും ഈ നമ്മൾ പറയുന്നതല്ല. നമ്മളതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോയാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില സത്യങ്ങളുണ്ട്. അതിപ്പോൾ തമിഴിലും ഇറങ്ങിയ എൻ്റെ പുസ്തകം 100ാമത് മകൻ, ചിലപ്പോൾ സിനിമയായേക്കാം. 100ാമത് മകൻ എന്നുള്ള നോവല് 100ാമത്തെ മകനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യരെ ആണ് ഈ ഭൂമി നിറച്ചുള്ളത്. ചതിയും വഞ്ചനയും പറ്റിപ്പും. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തോരം മനുഷ്യരാണ് എന്നോട് വന്ന് അവർ ചേർത്ത് നിർത്തിയവരും ഒപ്പം നിന്നവരും ചതിച്ചവരുടെയും കഥ പറയുന്നത്. അപ്പോൾ ഈ ഗൗരി എന്ന് പറയുന്ന ആ സ്ത്രീ, ഞാൻ ഇടയ്ക്ക് പറഞ്ഞതുള്ളൂ, അവരുടെ പശു, ഈ ജാരസന്ധതിയായ മകൻ, ദുർമരണപ്പെട്ട മകൻ. നമ്മുടെ ഇപ്പം ചില കണ്ടില്ലേ, ഒരു സ്ത്രീ ഒരുപാട് പേരൊക്കെ ഒന്ന് ജയിലിൽ കിടക്കുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ. ജയിലിൽ കിടക്കുന്ന ഒരു സ്ത്രീ, ഞാൻ പേര് പറയുന്നില്ല, വിഷം കൊടുത്ത് കൊല്ലുന്നത്, വിഷം കൊടുത്ത് കാമുകനെ കൊന്ന ഗ്രീഷ്മയെ പോലുള്ള ജന്മങ്ങൾ മനസ്സുകൊണ്ട് നമ്മളെയൊക്കെ കൊല്ലാത്തതെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. ഇതുപോലെ ചേർത്ത് പിടിച്ച കുറേ പേരുണ്ട്. ഇവരൊക്കെ ചേട്ടാന്നൊക്കെ അന്ന് വിളിച്ച് വന്നവരൊക്കെ നമ്മളെ കൊല്ലാതെ വീണ്ടും ഇട്ടേക്കുന്നില്ലേ? ആരറിയാനാണ്? ഇപ്പോഴും ഒന്നാൻ ആരറിയാനാണ്? അങ്ങനെയാണ് മനുഷ്യൻ്റെ. അപ്പം ഞാനിത് ഉദാഹരണമായിട്ട് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, സ്വാമി എന്നെ രക്ഷിക്കണം, ഞാൻ തകർന്നു നിൽക്കുകയാണ്, കിടക്കാനുള്ള സ്ഥലം തരണം എന്ന് പറഞ്ഞ ഒരാൾ വന്നാൽ ഞാനെന്നുള്ളതല്ല, നിങ്ങളൊന്ന് ചിന്തിക്കണം, ഇവനെ ദൈവം ശിക്ഷിച്ചവനാണോ എന്ന്. ദൈവം ശിക്ഷിച്ചവനെ നമ്മൾ ചേർത്ത് പിടിച്ചാൽ നമ്മൾ ശിക്ഷിക്കപ്പെടും എന്നുള്ള ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒരുപാട്, എനിക്കെല്ലാം പറയാൻ പറ്റില്ല. അത്ര മനുഷ്യരുടെ സ്നേഹവും ദയയും കരുണയും ഒന്നുമില്ലാത്ത കുറേ മനുഷ്യരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഗൗരി എന്ന് പറയുന്ന ആ സ്ത്രീ, അവർ വളർത്തിയ കാളക്കുട്ടി, വെറുപ്പും കറുപ്പുമായ കാളക്കുട്ടി, അവർ മരണപ്പെട്ടിട്ടും രാത്രികളിൽ അവർ പശു ആ നിലാവിനെ, ആ കാളക്കുട്ടിയുടെ കയറും പിടിച്ചുകൊണ്ട് നിലാവത്ത് ആ വസ്തുവിലൂടെ സഞ്ചരിക്കുന്നു എന്നാണ് പറയുന്നത്. ഞാൻ ഡോക്ടറെ വിളിച്ചു, ഞാൻ പറഞ്ഞു ഇദ്ദേഹം പറയുന്നതെല്ലാം കള്ളമാണ്, ഇതിൻ്റെ യഥാർത്ഥ പ്രമാണം ഒന്ന് എടുക്കണം. ഇത് നിങ്ങൾ എന്തെങ്കിലും ചെയ്ത്, അപ്പോൾ ഇത്ര പൈസ ലക്ഷങ്ങൾ മുടക്കി, ഒരാൾക്ക് പോലും അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ താമസിച്ചാൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളുണ്ട്. നിങ്ങൾക്ക് കുട്ടികൾ, സന്താനങ്ങൾ ജനിച്ചാൽ തന്നെ, ഇപ്പോൾ സന്താനങ്ങളില്ല, ജനിച്ചാൽ തന്നെ വരാൻ 2 ഡോക്ടേഴ്സാണ്. ജനിച്ചാൽ തന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്നത്, ഞാനിതിവിടെ പറയുന്നില്ല. ഗൗരി അപ്പം ആ പ്രേതാത്മാവിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ വലിയ പണ്ഡിതന്മാർ വന്ന് ആവാഹിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ കൊണ്ടിടാൻ പറഞ്ഞാൽ അത് അബദ്ധം. ഒരു പ്രേതാത്മാക്കളെയും ആവാഹിച്ചെടുക്കാൻ പറ്റില്ല. അതിന് ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങിലൂടെ മോക്ഷപ്രാപ്തി മാത്രമേ ഉള്ളൂ. ഞാൻ ചെയ്യാറുണ്ട്. അത് തന്നെ ചിലതൊന്നും പോവില്ല. പിന്നെ നമ്മൾ നോക്കും ഇതെങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന്. പൂർവ്വജന്മമൊക്കെ എടുക്കണം. അതൊക്കെ വളരെ ഇതായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു പ്രോസസ്സിലൂടെ ഒരു ദിവസം പൂജ നടത്തിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കണം. പൂജയും ഹോമമൊന്നും നടത്തിയാൽ അത് തീരില്ല. അത് യഥാർത്ഥത്തിൽ നമ്മുടെ തന്ത്രശാസ്ത്രത്തിൽ വെള്ളിപ്രതിമയിൽ ആവാഹിച്ച് ഇതിപ്പോൾ കൊണ്ട് അമ്പലത്തിൽ കൊണ്ട് ഇട്ടോളാൻ പറഞ്ഞാൽ അവിടെ മരിച്ചവർക്കെല്ലാം മോക്ഷം കിട്ടുമെന്ന് പറയുന്ന വ്യവസ്ഥ തന്നെ തെറ്റാണ്. എൻ്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഉള്ളിടത്തൊക്കെ എത്ര പേരുടെ പേരും നാളും നക്ഷത്രവും ഞാൻ പറയുന്നുണ്ട്.
അവരിട്ടേക്കുന്ന വസ്ത്രം, അവർ മരിച്ച ദിവസം, ഇതുപോലുള്ള കാര്യങ്ങളില്ലേ പറയാൻ പറ്റാത്തതുകൊണ്ട്. പറയാൻ പറ്റാത്ത സാമ്യമൊന്നും പറഞ്ഞില്ല. പറഞ്ഞാൽ നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റൂ, മിണ്ടാതിരിക്കാനേ പറ്റൂ. പറയാത്തതൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ചിലത് പിന്നെ വിളിക്കാൻ പറയും, നിങ്ങൾ തലക്കേ വരി പോയി കുളിച്ച് സർപ്പസംസ്കാര പൂജയും ചെയ്യൂ, പിന്നെയുള്ള ക്ഷേത്ര സംരക്ഷണം മാത്രമേ ഉള്ളൂ, പരിഹാരങ്ങൾ കുറവാണ്, അനുഭവിച്ച് തീർക്കാനുള്ളതെല്ലാം അനുഭവിച്ച് തീർത്തേ പറ്റൂ. അപ്പോൾ ഈ ഗൗരിയുടെ വിഷയത്തിലേക്ക് വന്നാൽ, ഈ ഗൗരിയെയും പശുവിനെയും കാളക്കുട്ടിയെയും, പശുക്കുട്ടിയുടെ കാളക്കുട്ടിയാണത് പറയുമ്പോൾ പശുക്കുട്ടിയായി മാറ്റാനൊരു രക്ഷയില്ല. അവർ സ്വയം മരിക്കുന്നവരെ, കാരണം ആ നിഷ്ഠുരമായി ആ കാളക്കൂട്ടിനെ അത് വന്ന് എപ്പോഴും ഓടി നടക്കും അവിടേക്കും. കണ്ടില്ലേ, ചെറിയ കാളക്കുട്ടികൾ ഇങ്ങനെ തുള്ളിച്ചാടിയല്ലേ നടക്കുകയുള്ളൂ. അതിനെ വിഷം കൊടുത്തു കൊന്നു. വിഷം എന്തിനാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അതിനെ അടക്കം ചെയ്തു. ആ കാളക്കുട്ടി മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ ഹൃദയത്തെ നിലത്തടിച്ച് തറയിൽ കിടന്ന് ഉരുണ്ടു എന്നാണ് പറയണേ ഗൗരി. ഇതൊക്കെ നമ്മുടെ അന്വേഷണത്തിൽ കിട്ടും, നമ്മുടെ ചിന്തകളിൽ കൂടെ വരുന്നത് നമ്മളൊന്ന് കൺഫേം ചെയ്യുകയാണ്. അവർ വിഷം കഴിച്ച് മരിച്ചതാണോ കൊന്നതാണോ എന്നറിയില്ല. ഈ കാളക്കുട്ടിയുടെ മരണത്തിന് ശേഷം, കാരണം ഈ എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട് ഈ കാളക്കുട്ടി കാരണം. അപ്പോൾ ഈ സ്ത്രീ ആത്മഹത്യ ചെയ്യുകയോ മരണപ്പെടുകയോ ചെയ്തു. അവരുടെ ആത്മാവിന് മോക്ഷമുണ്ടാവില്ല, കാളക്കുട്ടിക്ക് മോക്ഷമുണ്ടാവില്ല. ആര് വന്ന് താമസിച്ചാലും ഈ പ്രേതാത്മാവ് ശക്തിയാകും. ഒരു പല്ലക്ക് ഞാൻ ചോദിച്ചു പണ്ട്, ഒരു പല്ലക്ക്. അപ്പോൾ ഈ പയ്യനെ ഈ പയ്യൻ എന്ന് പറഞ്ഞാൽ ഇവൻ ചെറുതിലെ നാട് വിട്ടൊക്കെ പോയിട്ട് തിരിച്ചു വന്നതാണ്. ദുരൂഹതയാണ് ഈ പയ്യൻ. അവനെ കാണുമ്പോൾ തന്നെ അറിയാം അവന് ഇതിനെക്കുറിച്ചൊന്നും ഒരു പിടിപാടുമില്ല. പക്ഷേ ഈ കുടുംബത്തിൽ ആരോ ഉണ്ടാക്കിയ ജാരസന്ധതിയാണ്. ഉറുമ്പരിച്ച് കിടന്നു എന്നാണ് പറയുന്നത്. ഉറുമ്പൊക്കെ അരിച്ച് കിടന്നപ്പോഴത്തേക്ക് മാവിൻ ചുവട്ടിൽ ആരോ എടുത്തുകൊണ്ട് പോയി രക്ഷപ്പെടുത്തിയതാണ്. പിന്നെ ഈ കുടുംബം ഈ ഒരു അവസ്ഥയിലായപ്പോൾ അയാൾ തിരിച്ചു വന്നു. ഇങ്ങനെ നമ്മൾ കേട്ടാൽ വിശ്വസിക്കാനാവാത്ത അറയ്ക്കുന്ന നിരവധി സംഭവങ്ങളുണ്ട്. നിരവധി സംഭവങ്ങൾ. വീടും സ്ഥലവും മേടിക്കുമ്പോൾ, ബിസിനസ് തുടങ്ങുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത ബാധ്യതകൾ വന്നു കയറിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്? നിലവിലുള്ള കലത്തിൻ്റെ അനാഥമായ ആഴങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ആന്ധ്രയിൽ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവിടെയോട്ട് ഇറങ്ങി നിൽക്കാൻ പാടില്ല. കൊച്ചു കുഞ്ഞുങ്ങളും കൈക്കുഞ്ഞുങ്ങളും സ്ത്രീകളുമായിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ നടുവിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന ആ കുട്ടികൾ, ആ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ, എനിക്കും എൻ്റെ ഹൃദയം തകർന്നു പോയ ഒരു കാഴ്ചയാണത്. 2 സെക്കൻഡോടെ ആ വെള്ളച്ചാട്ടത്തിൽ അവർ മുഴുവൻ ഒഴുകിപ്പോയി. അതാണ് ഒരു നിമിഷം. കാരണം ഏത് നിമിഷവും വെള്ളം വരും എന്നുള്ള ഒഴുകി വരും, നീർച്ചാല് പോലെ ഒഴുകി വരും. ഇപ്പോൾ വെള്ളമില്ലാന്ന് പറഞ്ഞാൽ ആ പാറപ്പുറത്തേക്ക് ഇറങ്ങി നിന്ന ആ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ച് അവരിങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ജീവിതം അങ്ങനെയാണ് അല്ലേ? പ്രാണരക്ഷയ്ക്ക് വേണ്ടി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വെള്ളം ഇങ്ങനെ അതിഭീകരമായി ഒഴുകി പോകുന്നൊരു വീഡിയോ ആണ്. സഹിക്കാൻ പറ്റില്ല. നമ്മുടെ ഓർമ്മകളിൽ നിന്നൊന്നും ചിലതൊന്നും എടുത്തു കളയാൻ പറ്റില്ല. അപ്പോൾ അതങ്ങനെയാണ്. കണ്ടില്ല, ആ ഒരു നിമിഷം എന്തിനാണ് ഇവർ ഈ കൈക്കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കേണ്ട ജീവിതം വെള്ളത്തിൽ അർപ്പിച്ച് കളഞ്ഞത്? അങ്ങോട്ട് ഇറങ്ങി പോകാൻ പാടുണ്ടോ? ആർക്കെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റൂ? എല്ലാം ചിതറി ആ വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകിപ്പോകുന്ന ഒരു ദയനീയമായ കാഴ്ചയുണ്ട്. മനുഷ്യൻ അതൊന്നും ചിന്തിക്കുന്നില്ല. ഒരു നിമിഷം കൊണ്ട് അവന് ശരിയെന്ന് തോന്നുന്ന ചെയ്യുന്നു. ഭാര്യയും ഭർത്താവും കൂടെ കാമുകനെ കൊല്ലുന്നു, കാമുകനും ഭാര്യയും കൂടെ ഭർത്താവിനെ കൊല്ലുന്നു. ഇതെല്ലാം തന്നെ ഈ ഭൗതികമായിട്ടുള്ള അവസ്ഥകളെല്ലാം തന്നെ അതിഭീകരമാണ്. നമുക്കിപ്പോൾ ഒരാളോട് നമുക്കിഷ്ടം തോന്നുന്ന ഒരാളോട് നമുക്ക് ഇഷ്ടം പോലെ സംസാരിക്കാം, അവർക്കും സംസാരിക്കാം, പെരുമാറാം, ഇതെല്ലാം ചെയ്യാം. മൂല്യങ്ങളുള്ള സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്നും ഇത്തരം വീടുകൾ, നമ്മൾ പണമുണ്ടാക്കാൻ നല്ലൊരു തറവാട് കണ്ടു, പണം ഇൻവെസ്റ്റ് ചെയ്ത് രണ്ടുപേരും കൂടെ അതിനെ മികച്ചതാക്കി. പക്ഷെ അതിന് മുമ്പ് അവിടെ എന്തൊക്കെയാണ് നടന്നു എന്നുള്ളത് ചിന്തിക്കാൻ കഴിയാതെ ഇത്തരത്തിലേക്ക് എടുത്തു ചാടി അത് മുഴുവൻ നഷ്ടപ്പെടുത്തുക മാത്രമല്ല, ഈ ഗൗരിയുടെ കാളക്കുട്ടിയും രാത്രികാലങ്ങളിൽ അമാവാസിയിലും പൗർണമിയിലും നിലാവത്തും അല്ലാതെയും സഞ്ചരിക്കുന്നത് കാണുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതിന് പരിഹാരമില്ല. വീടുകൾ വാങ്ങിക്കുമ്പോൾ സൂക്ഷിക്കുക, ബിസിനസ് തുടങ്ങുമ്പോൾ സൂക്ഷിക്കുക, വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും ഒക്കെ പൂർവികമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ, അല്ലാതെ വാസ്തുവിൻ്റെ ഒരാളെ വിളിച്ചു വരുത്തി തെക്കോട്ട് തിരിഞ്ഞ വസ്തു, വടക്ക് പടിഞ്ഞാറോട്ട് എടുക്കുന്ന വസ്തു, ഇതിൻ്റെ മുഖം ഇങ്ങനെ, അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാകും. അതൊക്കെ വളരെ ചിന്തിച്ച കാര്യം മാത്രം ചിന്തിച്ച്, പഴയ വീടുകൾ മേടിക്കുമ്പോഴും സ്ഥലങ്ങൾ മേടിക്കുമ്പോഴും പൂർവികമായ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.